സുഹൃത്തുക്കളെ സഹായിക്കാൻ മടി കാണിക്കാത്തവരാണ് നാം എല്ലാം. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശിയായ ഫാത്തിമ സാറയും തന്റെ സുഹൃത്ത് ശ്രീനന്ദയ്ക്ക് അത്തരത്തിലൊരു സഹായം ചെയ്തു. കൂട്ടുകാരുടെ സങ്കടം കണ്ടറിഞ്ഞ ഫാത്തിമ ചെയ്ത കാര്യത്തെക്കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുക. അതൊന്ന് കണ്ടു നോക്കാം. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഫാത്തിമയും ശ്രീനന്ദയും. ഫാത്തിമ 9ാം ക്ലാസ്സിലും ശ്രീനന്ദ 7ാം ക്ലാസ്സിലും പഠിക്കുന്നു. പ്രായവ്യത്യാസമുണ്ടെങ്കിലും ഇരുവരും അടുത്ത സുഹൃത്തുക്കളാണ്. അടുത്ത ദിവസങ്ങളിലായി ശ്രീനന്ദയുടെ മുഖത്തെ സങ്കടം കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ശ്രീനന്ദയുടെ അച്ഛന്റെ ഗുരുതര രോഗത്തെക്കുറിച്ച് ഫാത്തിമ അറിയുന്നത്. അതോടെയാണ് തന്റെ സുഹൃത്തിന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനായി ഫാത്തിമ ആലോചിക്കുന്നത്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച ശ്രീനന്ദയുടെ അച്ഛൻ രാജുവിനെ സഹായിക്കാൻ പലരും പല സഹായങ്ങളും ചെയ്തു. ഇതിനിടയിലാണ് അച്ഛന്റെ ചികിത്സയ്ക്കായി തന്റെ കാതിലെ കമ്മലൂരി ശ്രീനന്ദയ്ക്ക് ഫാത്തിമ കൈമാറിയത്. തന്നാലാകുന്ന ഒരു സഹായം എന്ന് മാത്രമേ അവൾ അക്കാര്യത്തെ കണ്ടുള്ളൂ. കുട്ടികളുടെ കരച്ചിലും കണ്ട് പിന്നെ എനിക്ക് ഇതുപോലെ ഒരു അനുഭവമൊക്കെ ഉണ്ട്. എൻ്റെ വാപ്പിച്ചിക്ക് ഇതുപോലെ ഓപ്പറേഷനൊക്കെ വന്നപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കൊടുത്തത്. പിന്നെ എന്തെങ്കിലും ഒന്നും കൊടുക്കണ്ടേന്നില്ല, ആകേണ്ടതാണ് കമ്മല്, അത് കൊടുക്കും. സുഹൃത്തിന്റെ സങ്കടം കണ്ടറിഞ്ഞുള്ള ഫാത്തിമയുടെ സഹായമാകട്ടെ മറ്റ് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രചോദനമായി മാറി. കുട്ടിയുടെ രക്ഷിതാക്കള് നമ്മുടെ SMC ചെയർമാനാണ് കുട്ടിയുടെ ഉപ്പയും ഉമ്മയും അതിന് അനുവാദം നൽകിയിട്ടുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ സ്വർണത്തിന് വല്ലാത്തൊരു വിലയാണ്, അറിയാലോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ പറയുമോന്ന് എനിക്കറിയില്ല, പറഞ്ഞാൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾ അത് സമ്മതിക്കണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യത്തിന് ഫാത്തിമ സാറ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിച്ചു. രാജുവിന്റെ ചികിത്സയ്ക്കായി 40 ലക്ഷത്തോളം രൂപയാണ് ആവശ്യം. ഈ തുക കണ്ടെത്താൻ നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പണം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ സ്കൂളിൽ മക്കളുടെ സ്കൂളിൽ നിന്നും എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് പറ്റി ഒരു 19 ലക്ഷം വരെ എത്തിയിട്ടുള്ളത്. നമ്മൾ പിരിവിന് പോയതും എല്ലാം കൂടി. മോളുടെ സ്കൂളിൽ നിന്നും ഒരു കുട്ടി ഇങ്ങനെ അതുപോലെ ആ കുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ഒരു നന്മ കൊണ്ട് കുട്ടിയുടെ കമ്മൽ വരെ ഉരുത്തന്നതും എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അതുവരെ തന്നു. എല്ലാവരും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തു വരാൻ സാധിക്കുള്ളൂ. ശ്രീനന്ദയ്ക്കും കുടുംബത്തിനും കൈത്താങ്ങായി ഫാത്തിമയെ പോലെ ചില ആളുകളുണ്ട്. തങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് കൂടുതൽ പേർ സഹായിക്കാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം മുന്നോട്ടു പോകുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.